വൈകുന്നേരത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ച വണ്ടി സ്റ്റാർട്ടാക്കിയ ഓർമ്മയുള്ളൂ. ചെറുതും വലുതും എല്ലാം കൂടി വണ്ടിയിൽ പാഞ്ഞും കയറി. ഇത് അമ്മയടക്കവും അനിയനും ഏട്ടനും കൂടി എന്തെല്ലോ പറയുന്നുണ്ട്. വേറെ നല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒന്നും കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ്. മുകളിലേക്ക് കയറിയാലും ഫുഡ് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി മുകളിലേക്ക് കയറിയതല്ല. ക്യൂബ് കപ്പിൾസിന്റെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയായിട്ട് നമ്മൾ അനിയനെ എടുത്തു തന്നിട്ടുണ്ട്. എന്താ നടക്കുന്നതെന്ന് അറിയാതെ തുറച്ചു നോക്കുന്ന നമ്മുടെ സ്വന്തം എച്ചൂട്ടൻ. ഏട്ടന്റെ വലിച്ച ചിരി കണ്ടാലറിയാം എന്തോ പണിയാണെന്ന്. വിചാരിച്ച പോലെ തന്നെ ഓളുടെ നല്ല കിടിലം പോലെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നല്ല വിജൃംഭിച്ച് നിൽക്കുന്ന മുഖം. ഏച്ചോട്ടിന് ഒന്നും മനസ്സിലാകുന്നില്ല ഏട്ടാ. അവനെ ചിരിപ്പിക്കാനൊക്കെ ഞാൻ തന്നെ വേണം. എന്റെ മുഖം കണ്ടല്ലേ അവന് ചിരി വരും. അനിയന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഞാനില്ലാതെ അവന് പറ്റില്ല. വീട്ടിൽ വെച്ച ചോറും കറി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് തലപോകുന്ന അമ്മ. ഭാവിയിൽ എന്തെങ്കിലും റീലിന് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് എക്സ്പ്രഷൻ ഇട്ട് മെഴുകുന്ന ഞാനും അന്വിയും. ഇനി ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് എണീച്ച് നേരെ താഴോട്ടേക്ക് പോവാം. താഴോട്ടേക്ക് പോയാൽ വേറൊന്നും കൊണ്ടല്ല, മുകളിലിരിക്കുമ്പോൾ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് നമ്മൾ താഴോട്ടേക്ക് പോയി. താഴെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. മയണൈസിൽ മുക്കി നല്ല എന്താ പറയണ്ട ചിക്കൻ്റെ ഈ ഐറ്റത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടാ. ഒരു പ്ലേറ്റ് മൊത്തം ഒരു കോംബോ ഓഫറിൽ കിട്ടിയ ഒരു ഫുഡാണ്. അപ്പൊ ഈ ഫുഡ് മൊത്തം 4 പേർക്കുള്ള ഫുഡാണ്. നമ്മൾ 7 ആളും കൂടി ഒന്നിച്ച് നിന്ന് തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ 4 പേർക്കുള്ള ഫുഡാണെന്ന് കണ്ടാ പറയൂല. ഇതല്ല എന്തൊക്കെ സംഭവിച്ചാലും ഡയറ്റിംഗ് വിട്ട് കളിയില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തു. ഇത് അവർ 2 റൊട്ടി മാത്രം എടുത്ത് തന്നുന്നുണ്ട്. പിന്നെ എല്ലാവരും മത്സരമായിരുന്നു. ഒരു 5 മിനിറ്റ് സമയം ടപ്പേ എല്ലാ പരിപാടിയും തീർത്തിട്ട് നമ്മൾ എണീച്ചിട്ടുണ്ട്. നമ്മൾ 7 ആളെ കൊണ്ട് 4 ആളെ ഫുഡ് കഴിച്ചു തീർക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഹെവി ആയിട്ടായിരുന്നു. അപ്പൊ നമ്മുടെ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയിലേക്ക് കയറുന്നു. ഏച്ചോട്ടനെ എടുത്തുകൊണ്ട് കേശു വീഡിയോ പിടിച്ചുകൊണ്ട് ഏട്ടൻ ഇനിയൊന്നും നോക്കാനില്ല. വണ്ടി എടുക്കുന്ന നേരെ വീട്ടിൽ പോകുന്ന കിടന്നിറങ്ങുന്നു. ഓക്കെ, അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.